ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞ് കട്ട് ഓഫ് എത്രയായിരിക്കും, ലിസ്റ്റിൽ എനിക്ക് ഇടം പിടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പലർക്കും ഇന്നലത്തെ എക്സാം ടഫായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നു എക്സാം പാറ്റേൺ മാറ്റി പല ചോദ്യങ്ങളും പുറത്തു നിന്ന് വന്നു, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വന്നു എന്നൊക്കെയാണ് പരിഭവം പറയുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ മാത്സ് ആൻഡ് റീസണിംഗ് സെക്ഷൻ പൊതുവേ ചോദിക്കാറുള്ള പാറ്റേണിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ അവിടെ ചില ക്വസ്റ്റ്യൻസ് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ പൊതുവെ നല്ലൊരു ഭാഗമായിരുന്നു മാത്സ് ആൻഡ് റീസണിംഗ്. ഇവിടെ മാത്സ് ആൻഡ് റീസണിംഗ് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോയതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും 20 മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ സാധിച്ചവർ ധാരാളം ഉണ്ടെന്നും വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോയിൽ മാത്സ് ആൻഡ് റീസണിങ്ങിൻ്റെ 20 ചോദ്യങ്ങളും അവയുടെ സൊല്യൂഷൻസും അവ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ മുഴുവൻ ചോദ്യങ്ങളുടെ അനാലിസിസും അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര വരുമെന്നും പിന്നീട് വരുന്ന PSC എക്സാമിനേഷനിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെ ആയിരിക്കണമെന്നും എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കുമെന്നും അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ ആൻഡ് വിമൻ ഇൻ എ കമ്മിറ്റി ഈസ് 5:6. ഒരു കമ്മിറ്റിയിലെ മെൻ വിമൻ ഇവരുടെ എണ്ണത്തിൻ്റെ റേഷ്യം 5 and 6. ഇവരുടെ എണ്ണത്തിൻ്റെ റേഷ്യം എന്നുള്ളത് 5:6 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് മെന്നിനെ 5x എന്നും അതുപോലെ തന്നെ നമ്പർ ഓഫ് വിമനിനെ 6x എന്നും എടുക്കാം. ഇനി അടുത്ത ഭാഗം നോക്കാം. ഇഫ് ദി പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് മെൻ ആൻഡ് വിമൻ ബൈ 20% ആൻഡ് 10% റെസ്പെക്റ്റീവ്ലി. ഇവിടെ മെന്നിൻ്റെ എണ്ണം 20% ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ വിമനിൻ്റെ എണ്ണം എന്നുള്ളത് 10% ഇൻക്രീസ് ചെയ്തു. ഇത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ 100 പ്ലസ് ദാറ്റ് പെർസെൻറ്റേജ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് മെൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. സോ മെന്നിൻ്റെ പെർസെൻറ്റേജ് 100 പ്ലസ് 20, അതായത് 120% ഇൻക്രീസ് ചെയ്യും. സോ പെർസെൻറ്റേജ് ഓഫ് മെൻ ഈസ് 120%. ആദ്യം number of men in previous case is 5x. now it is 120% of 5x. അതുപോലെ തന്നെ വിമനിൻ്റെ റേഷ്യോ 10% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ now the number of women is 110% of 6x. അതായത് 10% വർദ്ധിച്ചു. അതായത് ഇപ്പോൾ 110%മാണ് വിമൻ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചത് what will be the new ratio, പുതിയ റേഷ്യോ എന്താണ്? സോ 120% of 5x divided by 110% of 6x. Here x and x get cancelled. Now 0 cancel. 6 12 2 പ്രാവശ്യം പോകും. Now it is 2 into 5, that is 10 by 11. So our right answer is 10:11. That is option B. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മെഷീൻസ് A and B working together can do a piece of work in 6 days. രണ്ട് മെഷീൻസ് A and B ഇവ രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തു തീർക്കും. അടുത്ത ഭാഗം only A can do it in 8 days. ഇനി മെഷീൻ A മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ എടുക്കുന്നത് 8 ദിവസമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് in how many days B alone could finish the work. ഈ ഒരു പ്രവൃത്തി മെഷീൻ B തനിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? ഈ ഒരു ഇക്വേഷനും നമ്മൾ പഠിച്ചതാണ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഇത്ര ദിവസം എടുത്തു, രണ്ടുപേർ ചേർന്ന് അതേ പ്രവൃത്തി ചെയ്യുവാൻ വേറൊരു ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമൻ അതേ പ്രവൃത്തി ചെയ്യുവാൻ എത്ര ദിവസം എടുക്കും? അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷനാണ് XY ഡിവൈഡഡ് ബൈ x മൈനസ് y. ഇവിടെ x എന്നുള്ളത് ആദ്യ വ്യക്തി തനിച്ച് ചെയ്ത് തീർക്കുവാൻ എടുക്കുന്ന ദിവസം, y എന്നുള്ളത് ആദ്യ വ്യക്തിയും രണ്ടാമനും ചേർന്ന് ചെയ്ത് തീർക്കുവാൻ എടുക്കുന്ന സമയം. സോ ഇക്വേഷൻ ഈസ് XY ഡിവൈഡഡ് ബൈ x മൈനസ് y. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ x ആയി വരുന്നത് എയുടെ ടൈമിനാണ് ഇവിടെ x എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് 8. ആൻഡ് y ആയി വരുന്നത് എയും ബിയും ചേർന്ന് എടുക്കുന്ന സമയം, അതായത് 6. So our equation is 8 into 6 divided by 8 minus 6, that is 48 by 2, that is 24. So our right answer is 24 days, that is option A. ഇനി അടുത്ത ചോദ്യം. A train 110 meter long is running with a speed of 90 km/h. അപ്പോൾ നമുക്കിവിടെ ട്രെയിനിൻ്റെ ലെങ്ത്തിനെ D എന്നെടുക്കാം. D equal to 110 meter. സോ വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h. അതിൻ്റെ സ്പീഡിനെ ഇവിടെ 90 km/h എന്ന് തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി u. ഇനി നെക്സ്റ്റ് പാർട്ട്,
In what time will it pass a boy who is running at 9 km/h in the direction opposite to that in which the train is going? ചോദിച്ചത് ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് പാസ് എ ബോയ്. ഒരു കുട്ടി ആ ട്രെയിനിന് വിപരീതമായിട്ട് ഓടുന്നുണ്ട്. ആ കുട്ടിയുടെ വെലോസിറ്റി എന്നുള്ളത് 9 km/h ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത്, അതാണ് ഡിസ്റ്റൻസ്, അത് 110 തന്നിരിക്കുന്നു. ഇവിടെ രണ്ട് വെലോസിറ്റി തന്നിരിക്കുന്നു. ഒന്ന് ട്രെയിനിൻ്റെ വെലോസിറ്റി, അതുപോലെ തന്നെ കുട്ടിയുടെ സ്പീഡ്. ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കുട്ടി ഓടുന്നത്. സോ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് u+v. നമുക്കറിയാം സെയിം ഡിറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ വെലോസിറ്റി ഈസ് u-v. ഇനി ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, രണ്ട് വസ്തുക്കൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ഇഫക്റ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളത് u+v. ഇവിടെ രണ്ടും എതിർ ദിശയിലാണ്. സോ റിലേറ്റീവ് വെലോസിറ്റി ഈസ് u+v. ദാറ്റ് ഈസ് 90 + 9, ദാറ്റ് ഈസ് 99 km/h. അപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. ചോദിച്ചത് എന്താണ്? ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് പാസ് എ ബോയ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടൈം അല്ലെങ്കിൽ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ദാറ്റ് ഈസ് ഇവിടെ നമുക്കറിയാം ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 110 മീറ്ററാണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. വെലോസിറ്റി എന്നുള്ളത് തന്നിരിക്കുന്നത് 99 km/h. സോ ഇവിടെ നമ്മൾ ആദ്യം km/hനെ m/s കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം km/hനെ m/s കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 5/18. സോ ദിസ് ബിക്കംസ് 110 × 18 ഡിവൈഡഡ് ബൈ 99 × 5. ദാറ്റ് ഈസ് ഇവിടെ നമുക്കറിയാം 110 ആൻഡ് 99 ഇവ രണ്ടും 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ ഇറ്റ് ഈസ് 10, ഹിയർ ഇറ്റ് ഈസ് 9. ആൻഡ് 9 ആൻഡ് 18 ക്യാൻസൽ ആയാൽ ഇവിടെ 2 കിട്ടും. ദെൻ ഈ 10 ആൻഡ് 5 ക്യാൻസൽ ആയാൽ മേലെ 2 കിട്ടും. സോ ഇറ്റ് ഈസ് 2 × 2, ദാറ്റ് ഈസ് 4 സെക്കൻഡ്. അതായത് ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് ടോട്ടൽ സർഫേസ് ഏരിയ 3/2 m² ഈസ്. ഇവിടെ നമുക്കൊരു ക്യൂബിൻ്റെ സർഫേസ് ഏരിയ ആണ് തന്നിരിക്കുന്നത്. സർഫേസ് ഏരിയ ഈക്വൽ ടു 3/2 m². ഇവിടെ നമ്മളോട് ചോദിച്ചത് ആ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമുക്കറിയാം വോളിയം ഓഫ് ദി ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ്. ഇനി ഇവിടെ എ എന്നുള്ളത് ഒരു ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ ഒരു ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തെയാണ് ഇവിടെ എ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ നമുക്കിവിടെ നോക്കാം സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണെന്ന്. സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ 6a². അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 6a² ഈക്വൽ ടു 3/2. 6a² ഈക്വൽ ടു 3/2. ഇവിടെ എയുടെ വില കണ്ടുപിടിച്ചാൽ ആ ഒരു വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. സോ a² ഈക്വൽ ടു 3/2 × 6. ഇവിടെ 3 ആൻഡ് 6 ക്യാൻസലായി ഡിനോമിനേറ്ററിൽ 2 കിട്ടും. സോ a² ഈക്വൽ ടു 1/4. ദെർഫോർ a ഈക്വൽ ടു √1/4 ഈക്വൽ ടു 1/2. സോ ഇവിടെ എയുടെ വില 1/2 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് വോളിയം കണ്ടുപിടിക്കാനാണ്. സോ ഇവിടെ ഈ ഇക്വേഷനിൽ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് 1/2 ദി ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് 1³ / 2³. ദാറ്റ് ഈസ് 1/2³ എന്നുള്ളത് 8. സോ ഇറ്റ് ഈസ് 1/8. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1/8 m³. ഇനി അടുത്ത ചോദ്യം, the angle between the minute hand and the hour hand of a clock when the time is 4:20 is. ഇവിടെ 4:20 അവർ ഹാൻഡും അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഇവ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷനാണ് 30h - 11/2m. 30h - 11/2m. ഇവിടെ h എന്നുള്ളത് അവർ ഹാൻഡും m എന്നുള്ളത് മിനിറ്റ് ഹാൻഡുമാണ്. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 420 എന്ന സമയത്ത് ഉള്ള ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ h എന്നുള്ളത് 4. സോ ഇറ്റ് ഈസ് 30 × 4 - 11/2 × ഇവിടെ m എന്നുള്ളത് 20 മിനിറ്റ്, ദാറ്റ് ഈസ് 20. സോ 2 ആൻഡ് 20 ക്യാൻസൽ ചെയ്താൽ അവിടെ 10 കിട്ടും. സോ ഇറ്റ് ഈസ് 120 - 110, that is 10 degree. So our answer is option A, 10 degree. ഇനി അടുത്ത ചോദ്യം, a man sold 2 mobile phones at rupees 4,500 each. ഒരാൾ
2 മൊബൈൽ ഫോൺസ്, രണ്ടിൻ്റെയും കോസ്റ്റ് 4500 രൂപ വീതമാണ്. അത് സെൽ ചെയ്തു അല്ലെങ്കിൽ അത് വിറ്റു. ഹീ സോൾഡ് വൺ അറ്റ് ലോസ് ഓഫ് 15%. ഒരു മൊബൈൽ ഫോൺ 15% നഷ്ടത്തിലും ആൻഡ് ദി അതർ അറ്റ് ഗെയിൻ ഓഫ് 15%. മറ്റേ മൊബൈൽ ഫോൺ 15% ലാഭത്തിലും വിറ്റും. സെയിം മൊബൈൽ ഫോൺ 4500 രൂപയ്ക്ക് 2 മൊബൈൽ ഫോണും ഓരോന്നായി വിറ്റു. ഒന്ന് 15% ലാഭത്തിലും മറ്റൊന്ന് 15% നഷ്ടത്തിലുമാണ് വിറ്റത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹിസ് ലോസ് ഓർ ഗെയിൻ ഈസ്, അയാളുടെ നഷ്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ലാഭത്തിൻ്റെയോ ശതമാനമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതിനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. 2 വസ്തുക്കൾ ഒരേ വിലയിൽ വിറ്റു. ഒരു വസ്തു X% നഷ്ടത്തിലും മറ്റൊരു വസ്തു X% ലാഭത്തിലുമാണ് വിറ്റതെങ്കിൽ അവിടെ എപ്പോഴും x² ഡിവൈഡഡ് ബൈ 100% ലോസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴും നഷ്ടത്തിലാണ് ഉണ്ടാവുക. ഒരു വസ്തു ഒരേ ശതമാനം കണക്കിൽ ഒരു വസ്തു ലാഭത്തിലും മറ്റേ വസ്തു നഷ്ടത്തിലുമാണ് വിൽക്കുന്നത്. രണ്ടിനും ഒരേ റേറ്റ് ആണെങ്കിലാണ് ഇവിടെ ഈ ഇക്വേഷൻ പ്രയോഗിക്കേണ്ടത്. ഇവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിൻ്റെയും വില 4500, ഒന്ന് 15% നഷ്ടത്തിലും മറ്റൊന്ന് 15% ലാഭത്തിലും. സോ ഇവിടെ x എന്നുള്ളത് 15. സോ അവർ ആൻസർ ഈസ് 15² ബൈ 100% ലോസ്. നമുക്കറിയാം 15ൻ്റെ സ്ക്വയർ എന്നുള്ളത് 225. സോ ഇറ്റ് ഈസ് 225 ബൈ 100% ലോസ്. ദാറ്റ് ഈസ് 225 ബൈ 100 ഈക്വൽ ടു 2.25% ലോസ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2.25% ലോസ്. ഇനി അടുത്ത ചോദ്യം. ജോൺ സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹോം ആൻഡ് വോക്ക് 12 കിലോമീറ്റർ. ജോൺ അവൻ്റെ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചു 12 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി ദെൻ ഹീ ടുക്ക് എ റൈറ്റ് ടേൺ. അവിടെ നിന്നും അയാൾ റൈറ്റ് ടേൺ എടുത്തു. അപ്പോൾ റൈറ്റ് ടേൺ ജോൺ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ലെഫ്റ്റ്, താഴെ റൈറ്റ്. സോ റൈറ്റ് ടേൺ എടുത്തു. അതിനുശേഷം ആൻഡ് വോക്ക്ഡ് 4 കിലോമീറ്റർ. അവിടെ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ റൈറ്റ് ടേൺ എടുത്തു, 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം ദെൻ അഗെയിൻ ഹീ ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് വോക്ക്ഡ് 8 കിലോമീറ്റർ. അവിടെ നിന്നും വീണ്ടും അയാൾ ഒരു റൈറ്റ് ടേൺ എടുത്തു. നമുക്കറിയാം ഇവിടെ ലെഫ്റ്റ് ടേണും ഇവിടെ റൈറ്റ് ടേണും. സോ ഇവിടെ നിന്ന് റൈറ്റ് ടേൺ എടുത്തു, 8 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. 8 കിലോമീറ്റർ. ആൻഡ് ഫൈനലി ടുക്ക് അനദർ റൈറ്റ് ടേൺ. അവിടെ നിന്ന് വീണ്ടും ഒരു റൈറ്റ് ടേൺ എടുത്തു ആൻഡ് വോക്ക്ഡ് 1 കിലോമീറ്റർ. സോ ഈ ഒരു പൊസിഷനിൽ മുകളിലോട്ടേക്ക് റൈറ്റും താഴോട്ടേക്ക് ലെഫ്റ്റുമാണ്. സോ ഇവിടെ നിന്നും റൈറ്റ് ടേൺ എടുത്തു 1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഹൗ ഫാർ ഈസ് ഹീ ഫ്രം ഹിസ് ഹോം നൗ? ഇപ്പോൾ ജോൺ എത്തിയിരിക്കുന്ന പോയിന്റിനെ നമുക്ക് എസ് എന്നെടുക്കാം. സോ എച്ച് ആൻഡ് എസ് ഇവ തമ്മിലുള്ള ദൂരമാണ് ചോദിച്ചത്. സോ എച്ച് ആൻഡ് എസ് ഇവ തമ്മിലുള്ള ദൂരമാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം, ഇവിടെ ഒരു എൻറ്റയർ ലെങ്ത് ഈസ് 4 കിലോമീറ്റർ. അതിൻ്റെ ഈ ഒരു പോർഷൻ 1 കിലോമീറ്റർ ആണ്. സോ റിമൈനിങ് ഈസ് 3 കിലോമീറ്റർ. സോ ഈ ഒരു പോർഷൻ 3 കിലോമീറ്റർ ആണ്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് എസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എച്ച് എന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ കഴിയും. കാരണം താഴെ ഇവിടെ 8 കിലോമീറ്റർ എന്ന് തന്നിരിക്കുന്നു. സോ 12 റിമൈനിങ് കിലോമീറ്റർ, 12 മൈനസ് 8 ദാറ്റ് ഈസ് 4 കിലോമീറ്റർ. സോ ഈ ഒരു പോർഷൻ എടുത്താൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു റീജിയൻ 3 കിലോമീറ്ററും ഒരു സൈഡ് 3 കിലോമീറ്ററും അടുത്ത സൈഡ് 4 കിലോമീറ്ററുമാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം എച്ച് എസ് ദാറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഓർ ദി ഹൈപ്പോട്ടനസ് ഈക്വൽ ടു √3² പ്ലസ് 4² ദാറ്റ് ഈസ് √3². 3യുടെ സ്ക്വയർ എന്നുള്ളത് 9, അതുപോലെ തന്നെ 4² എന്നുള്ളത് 16. ദാറ്റ് ഈസ് √9 പ്ലസ് 16 ഈക്വൽ ടു √25. നമുക്കറിയാം √25 എന്നുള്ളത് 5. ഇവിടെ ലെങ്ത് എന്നുള്ളത് കിലോമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് 5 കിലോമീറ്റർ. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 5 കിലോമീറ്റർ. ഇനി അടുത്ത ചോദ്യം. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് 21.6 ഈസ് 64.8. ഇവിടെ ആ ഡാഷ് അതാണ് ആ പെർസെൻറ്റേജ്, അതാണ് ഫിൽ ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ അറിയാത്തത് കൊണ്ട് ആ പെർസെൻറ്റേജിന് നമുക്ക് തൽക്കാലം എക്സ് എന്നെടുക്കാം. സോ നമുക്കറിയാം പെർസെൻറ്റേജ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ x/100. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ x/100. സോ ഇറ്റ് ഈസ് x/100 ഇൻറ്റു 21.6 ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്നത് 64.8.
നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. സോ റിമൈനിങ് ടേംസിനെ ആർ എച്ച് എസിലേക്ക് എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു നമുക്കറിയാം ഒരു എൽ എച്ച് എസിലുള്ള ടേംസിനെ ആർ എച്ച് എസിലേക്ക് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിലുള്ള ടേംസ് ഡിനോമിനേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള ടേംസ് ന്യൂമറേറ്ററിലേക്കും പോകും. സോ എക്സ് ഈക്വൽ ടു 64.8 into 100 divided by 21.6. That is 64.8 into 100 എന്നുള്ളത് 64,080 by 21.6. നമുക്ക് ഡിനോമിനേറ്ററിലെ ഡെസിമലിനെ കളയണമെങ്കിൽ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് 64800 by 216. ഇവിടെ 648 divided by 216. 216 into 3. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 216 into 3. നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ കാണുന്നത് 33 1/3, 66 2/3, 200 300 ഇങ്ങനെയുള്ള കണക്കുകളാണ്. സോ ഇവിടെ 2 സീറോസ് ഉള്ളത് കാരണം ചിലപ്പോൾ 200 അല്ലെങ്കിൽ 300 ആയിരിക്കാം ആൻസർ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3 ആണോ ആൻസർ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 216 into 3 ചെയ്ത് നോക്കിയാൽ 6 into 3 18, 1 carry, 3 into 1 3 plus 1 4, അതുപോലെ തന്നെ 3 into 2 648. So 648 and 216 is divided by 3. So our right answer is 300. That is option C. ഇനി അടുത്ത ചോദ്യം, ഇവിടെ നിങ്ങളോടൊരു സിംപ്ലിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ കാണാം 2.27 the whole cube plus 3 into 1.23 the whole square into 2.27 plus 3 into 2.27 the whole square into 1.23 plus 1.23 the whole cube whole divided by 2.27 plus 1.23. ഇതിൽ പറയുന്ന പോലെ 1/1 ക്യൂബ് കണ്ടുപിടിച്ച് അതിൻ്റെ സം കണ്ടുപിടിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3 or 5 minutes നിങ്ങൾക്ക് പോയെന്ന് വരാം. അപ്പോൾ ഇവിടെ മറ്റു പല സൂത്രവാക്യങ്ങളും ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ആദ്യം ന്യൂമറേറ്റർ ചെക്ക് ചെയ്യാം. ന്യൂമറേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും 2 ക്യൂബ് കാണുന്നുണ്ട് അല്ലേ. 2.27 ദി ഹോൾ ക്യൂബ്, അതുപോലെ തന്നെ 1.23 ദി ഹോൾ ക്യൂബ്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ടേം പരിശോധിച്ചാൽ 3 into 1.23 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 2.27. അതുപോലെ തേർഡ് ടേം 3 into 2.27 ദി ഹോൾ സ്ക്വയർ പ്ലസ് 3 into 2.27 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 1.23. ഇത് നോക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മ വരും. ഏതാണ് ആ ഇക്വേഷൻ? a plus b ദി ഹോൾ ക്യൂബ്. നമ്മൾ പഠിച്ചതാണ് a plus b ദി ഹോൾ ക്യൂബ് ഈക്വൽ ടു a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ്. ഇവിടെ അതേ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് a ക്യൂബ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 2.27ഉം അതുപോലെ തന്നെ ബിയുടെ സ്ഥാനത്ത് 1.23യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇത് നോക്കുമ്പോൾ 2.27 ദി ഹോൾ ക്യൂബ് അതായത് എ ക്യൂബ്, അതുപോലെ തന്നെ 3 into 1.23 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 2.27 അതായത് 3 into a സ്ക്വയർ ബി. നെക്സ്റ്റ് ടേം 3 into ab സ്ക്വയർ. സോ ഇവിടെ തന്നിരിക്കുന്നത് a plus b ദി ഹോൾ ക്യൂബാണ്. സോ നമുക്ക് എ ബി ഈ ഒരു രീതിയിൽ ഇതിനെ ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ എ ആൻഡ് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ ന്യൂമറേറ്റർ എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി താഴെ എന്താണ് തന്നിരിക്കുന്നത്? 2.27 പ്ലസ് 1.23. ഇവിടെ 2.27 എന്നുള്ളത് എയും അതുപോലെ 1.23 എന്നുള്ളത് ബിയുമാണ്. സോ ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇവിടെ മുകളിൽ 3യുടെ പവറും താഴെ 1ൻ്റെ പവറുമാണ്. സോ ഇറ്റ് ഈസ് എ പ്ലസ് ബി റേസ് ടു 3 minus 1 അതായത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. ഇനി ഈ ഒരു വാല്യൂ നമ്മുടെ ഇക്വേഷൻ. സോ ഇനി ഇവിടെ എ ആൻഡ് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് 2.27 പ്ലസ് 1.23 ദി ഹോൾ സ്ക്വയർ. സോ 2.27 പ്ലസ് 1.23 ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് കിട്ടും 3.5. ഇവിടെ 3.5 ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം അവസാന ടേം അല്ലെങ്കിൽ അവസാന അക്കം 5 ആണെങ്കിൽ നമ്മളൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ x5 എന്നുള്ള നമ്പർ എന്ന് കരുതിക്കോ. അതിൻ്റെ സ്ക്വയറാണ് കാണേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ 25 എന്ന് എഴുതാം. അതിനുശേഷം
എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. ഇതേ ഒരു രീതി ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ ഫസ്റ്റ് 25 എന്ന് എഴുതാം. ഇവിടെ 0.5 എന്നാണ് ഉള്ളത്. 0.5ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 0.25. ദെൻ അതുപോലെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. ഇവിടെ എക്സ് എന്നുള്ളത് 3. സോ 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 ഈസ് 12. സോ ഇറ്റ് ഈസ് 12.25. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 12.25. ഇനി അടുത്ത ചോദ്യം. ദി LCM ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 numbers ഈസ് 1, 2, 5, 4, 4. അപ്പോൾ ഇവിടെ LCM തന്നിരിക്കുന്നത് 1, 2, 5, 4, 4. അതുപോലെ HCF ഓഫ് ദി സ്ക്വയേഴ്സ് ഈസ് 4. HCF തന്നിരിക്കുന്നത് 4. ഇവിടെ പക്ഷേ ചോദ്യം നോക്കുക, LCM ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 numbers. LCM ഓഫ് 2 numbers എന്നല്ല പറഞ്ഞത്, LCM ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 numbers. ഇഫ് ദി 2 numbers ബി എക്സ് ആൻഡ് വൈ, നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും LCM ആണ് 1, 2, 5, 4, 4 എന്നും, അതുപോലെ തന്നെ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും HCFനെയാണ് 4 എന്നും തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ എക്സ് ആൻഡ് വൈ എന്നെടുക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് വൺ ഓഫ് ദി നമ്പേഴ്സ് ഈസ് 14. ഇവിടെ എക്സ് ഈക്വൽ ടു 14 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി അതർ നമ്പർ. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമുക്ക് LCM, HCF അതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് ഇവ ഉള്ള ഒരു ഇക്വേഷൻ അറിയാം. അതെന്താണ്? LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 numbers. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 numbers എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് 2 numbers ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ. ഇനി തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1, 2, 5, 4, 4 ഇൻറ്റു HCF അതായത് ഈക്വൽ ടു 4 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് തന്നിരിക്കുന്നത് 14. സോ എക്സ് സ്ക്വയർ ഈസ് 14 സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആണ്. സോ വൈനെ RHSൽ കീപ്പ് ചെയ്ത് ബാക്കി എല്ലാ ടേംസിനെയും ഒരു സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ ബിക്കംസ് 1, 2, 5, 4, 4 ഇൻറ്റു 4/14 സ്ക്വയർ. അതായത് വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയർ ഈക്വൽ ടു 1, 2, 5, 4, 4 ഇൻറ്റു 4/14 സ്ക്വയർ. ഇവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു 1, 2, 5, 4, 4 ഇൻറ്റു 4/14 സ്ക്വയർ. പക്ഷെ നമുക്കിവിടെ വൈ ആണ് കാണേണ്ടത്. സോ വൈ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു ഈ സ്ക്വയർ ക്യാൻസൽ ആക്കിയാൽ കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1, 2, 5, 4, 4 ഇൻറ്റു 4/14 സ്ക്വയർ. ഇവിടെ നമുക്കറിയാം 14 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്നുള്ളത് 14 ആയി മാറും. അതുപോലെ തന്നെ 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്നുള്ളത് 2 ആയി മാറും. ഇനി നമുക്ക് 1, 2, 5, 4, 4 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ലാർജർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. അതിവിടെ നമുക്ക് പ്രയോഗിക്കാം. ഇവിടെ 1, 2, 5, 4, 4 ഇതിൽ ആദ്യ പെയർ എടുക്കാം. ബാക്കി റിമൈനിങ് ടേമിനെ അടുത്തൊരു ടേം അല്ലെങ്കിൽ അടുത്തൊരു സെറ്റാക്കി എഴുതാം. ഇവിടെ നമുക്ക് നോക്കാം ഫസ്റ്റ് പെയർ, അതായത് റൈറ്റ് മോസ്റ്റ് സൈഡിലുള്ള പെയർ, അതിൻ്റെ എൻഡിങ് നമ്പർ ഏതാണെന്ന് നോക്കാം. അത് 4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് 1 to 10 ഇവയിൽ ഏതിൻ്റെയൊക്കെ സ്ക്വയർ ആണ് 4ൽ അവസാനിക്കുന്നത് എന്ന് നോക്കാം. ഇത് ചെക്ക് ചെയ്താൽ നമുക്കറിയാം 2ൻ്റെ സ്ക്വയർ 4ലാണ് അവസാനിക്കുന്നത്. 2 സ്ക്വയർ ഈസ് 4. അതുപോലെ തന്നെ 8 സ്ക്വയർ ഈക്വൽ ടു 64. അപ്പോൾ ഇവിടെ 4ൽ അവസാനിക്കുന്ന രണ്ട് നമ്പേഴ്സാണുള്ളത് 2, 8. അപ്പോൾ ഇവിടെ അവസാന നമ്പർ ഒന്നുകിൽ 2 ആയിരിക്കാം അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സെറ്റ് 125. ഇനി നമ്മൾ ചിന്തിക്കുക 125നോട് അടുത്ത് വരുന്ന ഒരു സ്ക്വയർ ഏതാണെന്ന് നോക്കുക. നമുക്കറിയാം 10ൻ്റെ സ്ക്വയർ 100, 11ൻ്റെ സ്ക്വയർ 121, 13 ആകുമ്പോൾ 169. സോ 125നോട് അടുത്ത് വരുന്ന സ്ക്വയർ എന്നുള്ളത് 11. ഇനി അപ്പോൾ നമുക്കിവിടെ ആദ്യ 2 ഡിജിറ്റ് കിട്ടി 11. ഇനി അവസാന ഡിജിറ്റ് 2 അല്ലെങ്കിൽ 8. ഇത് 2 ആണോ 8 ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ 11ൻ്റെ കൂടെ 11ൻ്റെ നെക്സ്റ്റ് ഹയർ ടേം, ദാറ്റ് ഈസ് 11ൻ്റെ നെക്സ്റ്റ് ഹയർ ടേം ഈസ് 12 ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 132. ഇവിടെ 132 എന്നുള്ള നമ്പർ 125നേക്കാളും ഗ്രേറ്റർ ആണ്. സോ അതായത് ഈ 120 അല്ലെങ്കിൽ 125 132നേക്കാളും ചെറിയ നമ്പറാണ്. സോ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഈ രണ്ട് സെറ്റിലും ഏറ്റവും ചെറിയ നമ്പറിനെ എടുക്കുക, ദാറ്റ് ഈസ് 2. സോ നമ്മുടെ ആൻസർ 112. ഈ സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം.
ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അവസാനത്തെ രണ്ട് നമ്പറിനെ പെയർ ആക്കുക, അതിനുശേഷം വരുന്ന നമ്പേഴ്സിനെ ഒരു സെറ്റാക്കി മാറ്റുക. ഇനി ചെയ്യേണ്ടത് അവസാനം വരുന്ന ആ പെയറിൻ്റെ അവസാന നമ്പർ ഏതാണെന്ന് നോക്കുക. അത് ഏതാണെന്ന് നോക്കിയ ശേഷം ആ നമ്പറിൽ അവസാനിക്കുന്ന 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും സ്ക്വയേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ അങ്ങനെ ചെയ്താൽ 44 പെയർ വരുന്നത്. 44ൻ്റെ അവസാനത്തെ നമ്പർ എന്നുള്ളത് 4 സോ 4ൽ അവസാനിക്കുന്ന 2 സ്ക്വയേഴ്സാണ് ഉള്ളത്. 2ൻ്റെ സ്ക്വയർ 4, അതുപോലെ തന്നെ 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ നമുക്ക് അവസാന നമ്പർ എന്നുള്ളത് ഒന്നുകിൽ 2 ആകാം, അല്ലെങ്കിൽ 8 ആകാം. അതിനുശേഷം റിമൈനിങ് സെറ്റ്, ആ സെറ്റ് നോക്കുക. ഇവിടെ ആ റിമൈനിങ് സെറ്റ് എന്നുള്ളത് 125. ഇനി അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയറിനെ നോക്കാം. അതായത് അതിനേക്കാൾ കൂടാൻ പാടില്ല, അതിനേക്കാൾ കുറഞ്ഞ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ. ഇവിടെ 125നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ 11ൻ്റെ സ്ക്വയറായ 121 സോ ആദ്യത്തെ ടേം എന്നുള്ളത് 11 എന്ന് കിട്ടി. ഇനി അവസാന ടേം 8 ആകാം, അല്ലെങ്കിൽ 2 ആകാം. അവസാന ടേം ഏതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ നമ്പറിൻ്റെ, അതായത് ഈ 11 എന്നുള്ള നമ്പറിൻ്റെ കൂടെ അതിൻ്റെ ഹയർ നമ്പർ, അതിനോട് 1 അധികം കൂട്ടിയ നമ്പർ, അതായത് 12. അപ്പോൾ 12ഉം 11ഉം മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 12 × 11, അതായത് നമുക്ക് 132 എന്ന് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ഈ സെറ്റും ഈ പ്രൊഡക്റ്റും തമ്മിൽ ചെക്ക് ചെയ്യുക. നമ്മുടെ സെറ്റ് പ്രൊഡക്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ഈ ലാസ്റ്റ് നമ്പേഴ്സിൽ നിന്നും ഏറ്റവും ചെറിയ നമ്പറിനെ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ സെറ്റ് എന്നുള്ളത് 125ഉം നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്നുള്ളത് 132ഉമാണ്. അപ്പോൾ 125 ഈസ് ലെസ് ദാൻ 132. സോ ഈ 2 ആൻഡ് 8 ഇതിൽ ഏറ്റവും ചെറിയ നമ്പറായ 2നെ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ടായി 112 കിട്ടി. സോ ഇവിടെ 112 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ 2ഉം 14ഉം 7 പോയി. ഇനി നമുക്കുള്ളത് 112/7. 112നെ 7 കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ ആൻസർ 16 എന്ന് കിട്ടും, ഈക്വൽ ടു 16. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 16. ഇനി അടുത്ത ചോദ്യം. ഇവിടെ നിങ്ങൾക്കൊരു ആൽഫബറ്റ് സീക്വൻസ് കാണാം. ഇവിടെ ബി, അതിനുശേഷം ഡി, അതിനുശേഷം ജി, അതിനുശേഷം കെ തന്നിരിക്കുന്നു. നെക്സ്റ്റ് ടേം ഈസ് മിസ്സിംഗ്. ഇവിടെ ഈ മിസ്സിംഗ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ആൽഫബറ്റ് സീക്വൻസ് തന്നാൽ ഇവിടെ അടുത്തടുത്തുള്ള 2 ടേംസ് നോക്കുക, അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. ഇവിടെ ബി കഴിഞ്ഞ ശേഷം അവിടെ ഡി ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ബി കഴിഞ്ഞ് സി, പിന്നീടാണ് ഡി വരുന്നത്. അപ്പോൾ B+2 അതാണ് നമുക്ക് ഇവിടെ ഡി ആയി വരുന്നത്. അപ്പോൾ B+2 ഗിവ്സ് യു ഡി. ഇനി ഡിക്ക് ശേഷം EFG, അതായത് 3 കൂട്ടിയാലാണ് അടുത്ത ടേം വരുന്നത്. സോ D+3 ഗിവ്സ് യു ജി. ഇനി ജിക്ക് ശേഷം കെ നോക്കാം, HIJK. അപ്പോൾ G+4 ഗിവ്സ് യു കെ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാം, +2 +3 +4. സോ അടുത്ത ടേം എന്തായിരിക്കും? +5. സോ K+5, അതായത് കെ കഴിഞ്ഞാൽ LMNOP. സോ നെക്സ്റ്റ് ടേം ഈസ് P. So it is the right answer. So our right answer is option D, P. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഒരു കലണ്ടർ പ്രോബ്ലമാണ്. ഇവിടെ 2000 January 1st was Saturday. അപ്പോൾ January 1st 2000 Saturday എന്നാണ് പറയുന്നത്. So what was the day in 1900 January 1st? അപ്പോൾ വീണ്ടും January 1st തന്നെയാണ് കാണേണ്ടത്, പക്ഷേ ഇൻ 1900, അതായത് 2000 January 1 ശനിയാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 1900 January 1 ഏത് ദിവസം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ 2 ഇയേഴ്സ് നോക്കുമ്പോൾ 1900 January 1st, അതുപോലെ തന്നെ 2000 January 1st, ഈ 2 വർഷം കമ്പയർ ചെയ്യുമ്പോൾ ഇവയ്ക്കിടയിലുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളത് 100 ആണ്. അപ്പോൾ ഇവയ്ക്കിടയിൽ ഒരു സെഞ്ചുറി അല്ലെങ്കിൽ 100 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്കറിയാം കലണ്ടർ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് 100 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു സെഞ്ചുറിയിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് നോക്കാം. സോ 100 ഇയേഴ്സിൽ 100 വർഷത്തിൽ ലീപ്പ് ഇയേഴ്സ് ആൻഡ് നോൺ ലീപ്പ് ഇയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. 100 വർഷത്തിൽ 24 ലീപ്പ് ഇയേഴ്സും അതുപോലെ ബാക്കി 76 വർഷം
നോൺ ലീപ്പ് ഇയേഴ്സുമാണ്, അല്ലെങ്കിൽ ഓർഡിനറി ഇയേഴ്സ് ആണ്. ഇവിടെ L ലീപ്പ് ഇയേഴ്സ്, N എന്ന് കൊടുത്തത് നോൺ ലീപ്പ് ഇയേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ഇയേഴ്സ് ആണ്. നമുക്കറിയാം ലീപ്പ് ഇയേഴ്സിൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്നുള്ളത് 2 ആണ്. അതായത് ലീപ്പ് ഇയേഴ്സിൽ നമ്പർ ഓഫ് ഡേയ്സ് 366 ആണ്. അപ്പോൾ 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അങ്ങനെയാണ് അവിടെ ഓഡ് ഡേയ്സ് എന്നുള്ളത് 2 കിട്ടിയത്. സോ ഇവിടെ ലീപ്പ് ഇയർ ആയത് കാരണം അവിടെ ഉള്ള നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 2. സോ ഇവിടെ 24 × 2 പ്ലസ് 76 × നോൺ ലീപ്പ് ഇയർ. നോൺ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഇയറിൽ 365 ദിവസമുണ്ട്. 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ 1. സോ ഇവിടെയുള്ള ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് 1. സോ 24 × 2 പ്ലസ് 76 × 1 ദാറ്റ് ഈസ് 48 പ്ലസ് 76. 48 പ്ലസ് 76 ഈക്വൽ ടു 124. ഇനി 124ൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ 124നെ 7 കൊണ്ട് ഹരിക്കുക. 124 ഡിവൈഡഡ് ബൈ 7. 12ൽ 7 ഒരു പ്രാവശ്യം പോകും. 12 - 7 ഈസ് 5. 4 താഴോട്ട് എഴുതിയാൽ 54. 54ൽ 7 എത്ര പ്രാവശ്യം പോകും? 7 × 7 ഈസ് 49. സോ 7 49. 54 - 49 ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ ഓഡ് ഡേയ്സ് എന്നുള്ളത് 5 എന്ന് കിട്ടും. സോ ഇവിടെ ഒരു 100 വർഷത്തിൽ ഓഡ് ഡേയ്സ് എന്നുള്ളത് 5 ആണ്. സോ ദർ ആർ 5 ഓഡ് ഡേയ്സ് ഇൻ എ സെഞ്ച്വറി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 2000 ജാനുവരി 1 സാറ്റർഡേ. അങ്ങനെയാണെങ്കിൽ 100 വർഷം പിറകോട്ടാണ് സഞ്ചരിക്കേണ്ടത്. സോ ഈ 2 വർഷങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് 100 വർഷമാണ്. ഈ 100 വർഷങ്ങൾക്ക് ഇടയിലുള്ള ഓഡ് ഡേയ്സ് എന്നുള്ളത് 5 ആണ്. സോ ഇവിടെ പിറകിലോട്ടേക്ക് സഞ്ചരിക്കേണ്ടത് കാരണം ഈ ഓഡ് ഡേയ്സിനെ മൈനസ് ചെയ്യണം. അതായത് സാറ്റർഡേയിൽ നിന്നും 5 മൈനസ് ചെയ്യുക. സാറ്റർഡേയിൽ നിന്നും 5 മൈനസ് ചെയ്താൽ ഫ്രൈഡേ, തേഴ്സ്ഡേ, വെനസ്ഡേ, ട്യൂസ്ഡേ, മൺഡേ. സോ ദി ആൻസർ ഈസ് മൺഡേ. അതായത് ജാനുവരി 1, 1900 എന്നുള്ളത് മൺഡേ ആയിരിക്കും. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മൺഡേ. ഇനി അടുത്ത ചോദ്യം. ഓൺ അറേഞ്ചിങ് ദി വേർഡ്സ് ഫിസിക്സ്, ഫിലോസഫി, ഫിലാറ്റലി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിയോളജി ആസ് ഇൻ എ ഡിക്ഷണറി ദി ലാസ്റ്റ് വേർഡ് വിൽ ബി. അപ്പോൾ ഇതിനെ ആദ്യം ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിനെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അവസാന വേർഡ് ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആദ്യം ഇതിനെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. സോ ഇവിടെ എല്ലാ വേർഡ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് 2 ലെറ്റേഴ്സ് ആർ സെയിം, ദാറ്റ് ഈസ് P and H. അതിനാൽ നമുക്ക് മൂന്നാമത്തെ ലെറ്റർ നോക്കാം. മൂന്നാമത്തെ ലെറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ I and Y ഇതാണ് മൂന്നാമത്തെ ലെറ്ററായി വരുന്നത്. 2 വേർഡ്സ് ഫിലോസഫി ആൻഡ് ഫിലാറ്റലി, ഇവയുടെ മൂന്നാമത്തെ ലെറ്റർ Iയും ബാക്കി 3 വേർഡ്സിൻ്റെ മൂന്നാമത്തെ ലെറ്റർ Yയുമാണ് വരുന്നത്. നമുക്കറിയാം ഡിക്ഷണറി ഓർഡർ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുമ്പോൾ I കംസ് ദി ഫസ്റ്റ്. സോ ഫിലോസഫി അല്ലെങ്കിൽ ഫിലാറ്റലിയാണ് ആദ്യം വരേണ്ട ടേം. സോ ഫിലോസഫി ആൻഡ് ഫിലാറ്റലി ആയിരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ്. അപ്പോൾ ഇതിൽ ആരാണ് ഫസ്റ്റ് ടേം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അടുത്ത ലെറ്റർ നോക്കാം. ഇവിടെ ഫിലോസഫി ആൻഡ് ഫിലാറ്റലിയുടെ 4ാമത്തെ ലെറ്ററും സെയിം ആണ്. സോ ഇനി 5ാമത്തെ ലെറ്റർ നോക്കാം. ഇവിടെ 5ാമത്തെ ലെറ്റർ നോക്കുമ്പോൾ ഫിലോസഫിയുടെ 5ാമത്തെ ലെറ്റർ Oയും ഫിലാറ്റലിയുടെ 5ാമത്തെ ലെറ്റർ Aയുമാണ്. ആൽഫബറ്റിക് ഓർഡറിൽ A കംസ് ദി ഫസ്റ്റ്. സോ ഫിലാറ്റലിയുടെ ഓർഡറാണ് ഫസ്റ്റ് വരുന്നത്. സോ ഫിലാറ്റലി ഈസ് ദി ഫസ്റ്റ് വേർഡ്. അതിനുശേഷം വരുന്നത് ഫിലോസഫി. ഇനി 3, 4, 5 ഈ സ്ഥാനത്ത് 3 വേർഡ്സ് ഉണ്ട്. ഫിസിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിയോളജി. ഇതിൽ ഏതാണ് മൂന്നാമത്തെ വേർഡ് എന്നറിയണമെങ്കിൽ PHY ഇവിടെ സെയിം ആണെന്ന് പറഞ്ഞു. ഇനി 4ാമത്തെ ലെറ്റർ നോക്കാം. ഇവിടെ 4ാമത്തെ ആൽഫബറ്റ് നോക്കുമ്പോൾ 3ലും 4ാമത്തെ ആൽഫബറ്റ് S ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ ആൽഫബറ്റ് എടുത്താലും 3ലും I ആണ് വന്നിരിക്കുന്നത്. ഫിസിക്സിലും ഫിസിക്കൽ എഡ്യൂക്കേഷനിലും അതുപോലെ ഫിസിയോളജിയിലും I ആണ് വന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് 6ാമത്തെ ലെറ്റർ നോക്കാം. ഇവിടെ 6ാമത്തെ ലെറ്റർ നോക്കുമ്പോൾ ഫിസിക്സിൽ C എന്നും അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ C എന്നും വന്നു. അപ്പോൾ അവിടെ രണ്ടും സെയിം ലെറ്ററാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിയോളജിയുടെ കേസ് നോക്കുമ്പോൾ അവിടെ 6th ലെറ്ററായി വരുന്നത് O ആണ്. സോ നമുക്കറിയാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ C കഴിഞ്ഞതിന് ശേഷമാണ് O വരാം. അപ്പോൾ ഇവിടെ 3, 4 സ്ഥാനത്ത് വരുന്നത് ഫിസിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇവ രണ്ടുമാണ് 3, 4 സ്ഥാനത്ത് വരുന്നത്. ഇതിൽ തന്നെ ആരാണ് 3 എന്നറിയണമെങ്കിൽ നമുക്ക് 7ാമത്തെ ലെറ്റർ നോക്കാം. ഇവിടെ 7ാമത്തെ ലെറ്റർ നോക്കുമ്പോൾ ഫിസിക്സിൽ Sഉം
ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ എയുമാണ് വരുന്നത്. നമുക്കറിയാം ആൽഫബറ്റിക് ഓർഡറിൽ എ എന്നുള്ളത് ഫസ്റ്റ് ആൽഫബറ്റ് ആണ്. സോ ഇവിടെ ഫിസിക്കൽ എന്നുള്ളതാണ് ഫസ്റ്റ് വരിക. സോ ഇവിടെ ഫിസിക്കൽ എന്നുള്ളതാണ് മുകളിൽ വരിക. സോ ഇവിടെ തേർഡ് പൊസിഷൻ ഈസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർത്ത് പൊസിഷൻ ഈസ് ഫിസിക്സ്. സോ ദി ഫിഫ്ത്ത് പൊസിഷൻ ഈസ് ഫിസിയോളജി. സോ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ദി ലാസ്റ്റ് വേർഡ് വിൽ ബി. ഇങ്ങനെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഇതിലെ ലാസ്റ്റ് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ അറേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ഫിലാറ്റലി, ഫിലോസഫി, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതിനുശേഷം ഫിസിക്സ്, ഏറ്റവും അവസാനം ഫിസിയോളജി. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഫിസിയോളജി, അതായത് ഓപ്ഷൻ ബി. ഇനി അടുത്ത ചോദ്യം നോക്കാം. എ ഈസ് ദി ബ്രദർ ഓഫ് ബി. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം എ ആൻഡ് ബി ഇവ രണ്ടിനെയും എടുക്കാം. എ ഈസ് ദി ബ്രദർ ഓഫ് ബി. എ മെയിലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ടിക്കാണ് കാണിക്കുന്നത്, ഫീമെയിലിന് വേണ്ടി ഒരു ക്രോസ് ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എ ഈസ് ദി ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി സഹോദരങ്ങളാണ്. അതിൽ എ മെയിലാണ്, അല്ലെങ്കിൽ എ ഒരു ബോയ് ആണ്. അവരുടെ പാരൻസ് സെയിം ആയിരിക്കും, കാരണം ബ്രദർ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞ അടുത്ത ഓപ്ഷൻ സി ഈസ് ദി സിസ്റ്റർ ഓഫ് ഡി. ഇവിടെ വേറെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സി ആൻഡ് ഡി. സി ഈസ് ദി സിസ്റ്റർ ഓഫ് ഡി. ഇവിടെ സിസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്ത്രീ ആയത് കാരണം ഞാൻ ഇവിടെ സ്ത്രീയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ക്രോസ് എടുത്തു. സോ സി ഈസ് ദി സിസ്റ്റർ ഓഫ് ഡി. അപ്പോൾ ഇവ രണ്ടാളുടെയും പാരൻറ്റും കോമൺ ആയിരിക്കാം. അടുത്ത ക്ലൂ ബി ഈസ് ദി സൺ ഓഫ് സി. സിയുടെ മകനാണ് ബി. അപ്പോൾ സിയുടെ മകനാണ് ബി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിയും മെയിലാണ്. സോ സി ഈസ് ദി മദർ ഓഫ് ബി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഈസ് എ റിലേറ്റഡ് ടു സി. സി ബിയുടെ അമ്മയാണ്, എ ബിയുടെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ സി എയുടെ അമ്മയും കൂടിയാണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചത് ഹൗ എ ഈസ് റിലേറ്റഡ് ടു സി. എ എങ്ങനെയാണ് സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ എ ഈസ് ദി സൺ ഓഫ് ദി സി. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സൺ. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ. ഇവിടെ നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ നമ്പർ മിസ്സിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, 37. അതുപോലെ 50. അതിനുശേഷം നമ്പർ ഈസ് മിസ്സിംഗ്. ഇനി നാലാമത്തെ നമ്പർ തന്നിരിക്കുന്നത് 82. അഞ്ചാമത്തെ നമ്പർ 101. ഇവിടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ 63, 64, 65, 66 എല്ലാം 60സിലുള്ള ഒരു നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ സീക്വൻസ് ഒബ്സർവ് ചെയ്താൽ ചിലപ്പോൾ നമുക്കറിയാം നമ്പർ സീക്വൻസിൻ്റെ കേസ് ചിലപ്പോൾ സം ടേംസ് പ്ലസ് ചെയ്യേണ്ടി വരും, സം ടേംസ് മൈനസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആയിരിക്കാം നെക്സ്റ്റ് ടേം കിട്ടുന്നത്. അല്ലെങ്കിൽ സ്ക്വയർ ഓർ ക്യൂബ് റിലേറ്റഡ് ആയ മറ്റ് ചില ഓപ്പറേഷൻസ് ആയിരിക്കാം. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ 37, 50, 82, 101 ഇവിടെ നമുക്കറിയാം 36. ഇൻ കേസ് ഈ നമ്പർ 36 ആണെങ്കിൽ അത് 6ൻ്റെ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഈ നമ്പർ 49 ആണെങ്കിൽ അത് 7ൻ്റെ സ്ക്വയർ ആണ്. അതേപോലെ ഈ നമ്പർ 81 ആണെങ്കിൽ അത് 9ൻ്റെ സ്ക്വയർ ആണ്. അതേപോലെ ഈ നമ്പർ 100 ആണെങ്കിൽ അത് 10ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ഇവിടെ ഓരോ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ +1 അതാണ് നമുക്ക് മുകളിൽ കിട്ടിയ ടേംസ്. 6 സ്ക്വയർ + 1 = 37. സിമിലർലി 7 സ്ക്വയർ + 1 = 50. അതുപോലെ 9 സ്ക്വയർ + 1 = 82. സിമിലർലി 10 സ്ക്വയർ + 1 = 101. അപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ 6 സ്ക്വയർ ഉണ്ട്, 7 സ്ക്വയർ ഉണ്ട്, അതിന് ശേഷം ഒന്ന് ലീവ് ചെയ്തു, പിന്നെ 9 സ്ക്വയർ, പിന്നെ 10 സ്ക്വയർ. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ വരേണ്ടത് 8 സ്ക്വയർ. വെറും 8 സ്ക്വയർ എഴുതിയാൽ ആൻസർ ആകില്ല, കാരണം ഇവിടെയുള്ള പാറ്റേൺ സ്ക്വയർ + 1. സോ ഇറ്റ് ഈസ് 8 സ്ക്വയർ + 1. 8 സ്ക്വയർ നമുക്കറിയാം, 8 സ്ക്വയർ എന്നുള്ളത് 64. സോ 64 + 1 ദാറ്റ് ഈസ് 65. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 65. അടുത്ത ചോദ്യം, എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 5 ലീവ്സ് എ റിമൈൻഡർ 3. ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 3 ആണ്. വെൻ ദി സ്ക്വയർ ഓഫ് ദി നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 5 ദി റിമൈൻഡർ ഈസ്. ഈ നമ്പറിൻ്റെ സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ് ചോദിച്ചത്. സോ ചിലപ്പോൾ നിങ്ങൾ എന്നൊക്കെ ഇക്വേഷൻസ് വെച്ച് ചെയ്യുമായിരിക്കാം. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സിമ്പിളായി ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളോട് പറഞ്ഞത് ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 കിട്ടി.
അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ എടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് 8 എടുക്കാം. നമുക്കറിയാം 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഉദാഹരണം എടുക്കുക. നമുക്ക് വേണമെങ്കിൽ 8 എടുക്കാം, അല്ലെങ്കിൽ 13 എടുക്കാം. നമുക്കറിയാം 13നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ എടുക്കാം. സോ ഈ നമ്പർ എന്നുള്ളത് നമുക്ക് 8 എന്ന് എടുക്കാം. സോ ആ ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 കിട്ടി. ഇനി എന്താണ് പറയുന്നത്? ആ നമ്പറിൻ്റെ സ്ക്വയറിനെ, ഇവിടെ നമ്മളിപ്പോൾ എക്സാമ്പിളായി 8 ആണ് എടുത്തത്. നമുക്കറിയാം 8ൻ്റെ സ്ക്വയർ എന്നുള്ളത് 64. സോ 64നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം കിട്ടുക, അല്ലെങ്കിൽ എന്തായിരിക്കും റിമൈൻഡർ കിട്ടുക? അതാണ് ചോദിച്ചത്. നമുക്കറിയാം ആദ്യം 5ഉം 6ഉം കമ്പയർ ചെയ്യുമ്പോൾ 5 6ൽ ഒരു പ്രാവശ്യം പോകും. 6 - 5 = 1. 4നെ താഴെ എഴുതി. ഇനി 14ൽ 5 2 പ്രാവശ്യം പോകും. ദാറ്റ് ഈസ് 5 × 2 = 10. 14 - 10 = 4. സോ ദി റിമൈൻഡർ ഈസ് 4. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ബി 4 കാണിക്കുന്നുണ്ട്. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 4. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ ആൽഫബറ്റ് കോഡിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു വേർഡും അതിൻ്റെ കറസ്പോണ്ടിങ് കോഡും തന്നിരിക്കുന്നു. ആ ഒരു പാറ്റേൺ ഉപയോഗിച്ച് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേർഡിൻ്റെ കറസ്പോണ്ടിങ് കോഡ് കണ്ടുപിടിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്ന 2 റിലേഷൻസ്, ആൽഫബറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡാണ് ZKOGZADS. അപ്പോൾ നമുക്ക് നോക്കാം ഈ 2 വേർഡ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. നമുക്ക് ആൽഫബറ്റ് ബൈ ആൽഫബറ്റ് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ A and Z നോക്കുമ്പോൾ Z കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് A, അതുപോലെ തന്നെ K കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് L, O കഴിഞ്ഞ് വരുന്നതാണ് P, അതുപോലെ തന്നെ G കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് H, വീണ്ടും Z കഴിഞ്ഞ് വരുന്നതാണ് A. നമുക്കറിയാം ഈ കോഡിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും സെഡിന് ശേഷമുള്ള ലെറ്ററായി കൺസിഡർ ചെയ്യുന്നത് എ ആണ്. ഒരു സർക്കുലർ റൊട്ടേഷനായാണ് കൺസിഡർ ചെയ്യുന്നത്. ABCD അപ് ടു Z, അതിനുശേഷം വീണ്ടും ABCD, അങ്ങനെയാണ് പോകുന്നത്. സോ Z കഴിഞ്ഞ് വരുന്ന ലെറ്റർ എന്ന രീതിയിൽ നമുക്ക് എ എടുക്കാം. സോ Z കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് എ, അതുപോലെ A കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് B, സിമിലർലി D കഴിഞ്ഞ് വരുന്ന ലെറ്റർ E, എസിന് ശേഷമുള്ള ലെറ്റർ T. അപ്പോൾ ഇവിടെയുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന വേർഡ് -1 എന്നുള്ളതാണ് നമ്മുടെ കോഡ്. തന്നിരിക്കുന്ന വേർഡ് -1 എന്നുള്ളതാണ് നമ്മുടെ കോഡായി കിട്ടുന്ന ആൻസർ. സോ L-1 ആണ് K, അതുപോലെ തന്നെ P-1 O, H-1 G, A-1 Z, B-1 A, E-1 D, T-1 S. ഈ ഒരു രീതിയിലാണ് നമുക്ക് കോഡ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ കോഡും കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ ഓരോ ആൽഫബറ്റിനെയും -1 ചെയ്യുക. N-1 നമുക്ക് കിട്ടുക M. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെറ്റർ വെച്ച് തന്നെ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിലെയും ഫസ്റ്റ് ലെറ്റർ M ആണ്, അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസിനെയും സെക്കൻഡ് ലെറ്റർ D ആണ്. അപ്പോൾ ഡിഫറൻ്റ് ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ തേർഡ് ലെറ്ററിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ തേർഡ് ലെറ്ററിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് അടുത്തത് തേർഡ് ലെറ്റർ ചെക്ക് ചെയ്യുക. ഇവിടെ M എന്നാണുള്ളത്. M-1 എന്നുള്ളത് നമുക്ക് L എന്നാണ് കിട്ടുന്നത്. അപ്പോൾ L എന്ന ഓപ്ഷൻ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എയും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും ഉണ്ട്. ഇനി ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബിയിൽ 4ാമത്തെ ലെറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 4ാമത്തെ ലെറ്റർ ചെക്ക് ചെയ്താൽ ഇതിലെ റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. സോ നമുക്ക് 4ാമത്തെ ലെറ്റർ നോക്കുക. 4ാമത്തെ ലെറ്റർ ഈസ് E. E-1 എന്നുള്ളത് D ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എയിൽ 4ാമത്തെ ലെറ്റർ D ആണ് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ ബിയിൽ 4ാമത്തെ ലെറ്റർ Q ആണ് കൊടുത്തിരിക്കുന്നത്. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇത് മൊത്തമായി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇത്തരം 3 4 ആൽഫബറ്റ്സ് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, MTLDQZK. ഇനി അടുത്ത ചോദ്യം, 3:27 which is similar to 11:. അപ്പോൾ ഇത്തരം ചോദ്യം വന്നാൽ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന പെയർ, അതായത് 3 and 27, ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം 3:27. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും 3 × 9 27 ആയിരിക്കാം. ആ രീതിയിലാണെങ്കിൽ നമുക്കിവിടെ കിട്ടേണ്ടത് 11 × 9 99 എന്നാണ് കിട്ടേണ്ടത്. അത്തരത്തിൽ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് അത്തരത്തിൽ ഓപ്ഷൻസ് കാണുന്നില്ല. 121, 1221, 1331 ഇത്തരത്തിലാണ് ഓപ്ഷൻസ് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി × 9 അല്ല വരുന്നത്. അപ്പോൾ 3 and 27 തമ്മിൽ മറ്റ് വല്ല റിലേഷനും ഉണ്ടോ എന്ന് നോക്കുക. നമുക്കറിയാം 3ൻ്റെ ക്യൂബാണ് 27. സോ
3 ക്യൂബ് ഈക്വൽ ടു 27. സിമിലർലി ഇവിടെ 11ൻ്റെ ക്യൂബാണ് ആൻസർ കിട്ടേണ്ടത്. സോ 11 ക്യൂബ് എന്നാൽ നമുക്കറിയാം 11 സ്ക്വയർ 121 ആണ്. 11 ക്യൂബ് എന്നുള്ളത് 1331. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1331. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 4 നമ്പേഴ്സ് തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? 41, 43, 45, സിമിലർലി 47. ഇവർ ചോദിച്ചത് ഇൻ ദി ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഇതിൽ ഓഡ് വൺ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ പെടാത്ത നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് 41, 43, 45, 47 എല്ലാം ഓഡ് നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഉള്ളതായി പ്രത്യക്ഷത്തിൽ തോന്നില്ല. അപ്പോൾ മറ്റ് വല്ല ഡിഫറൻസും ഉണ്ടോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം 41 എന്നുള്ളത് ഒന്നിൻ്റെ അല്ലാതെ വേറെ ഒന്നിൻ്റെയും മൾട്ടിപ്പിൾ അല്ല. അതുപോലെ 43ഉം ഒന്നിൻ്റെ അല്ലാതെ വേറെ ഒന്നിൻ്റെയും മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒന്നിൻ്റെ മാത്രം മൾട്ടിപ്പിളായി വരുന്ന നമ്പേഴ്സിനെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. പ്രൈം നമ്പേഴ്സിന് ഫാക്ടേഴ്സായി ആ നമ്പറും 1ഉം മാത്രമേ ഉണ്ടാകാറുള്ളൂ. സോ ഇവിടെ 41 എന്നുള്ളത് പ്രൈം നമ്പറാണ്. അതുപോലെ 43ഉം പ്രൈം നമ്പറാണ്. ഇനി 45 പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം നമുക്കറിയാം 9 × 5 = 45 അല്ലേ? 9 × 5 = 45. സിമിലർലി 15 × 3 = 45. അപ്പോൾ 45ന് 5, 9, 15, 3, 45, 1 ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ, ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇനി നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 47ഉം ഒരു പ്രൈം നമ്പറാണ്. സോ ഇവിടെ ലിസ്റ്റിൽ പെടാത്തത് 45. So the correct answer is 45. That is option C. ഇനി മാത്സ് ആൻഡ് റീസണിംഗ് സെക്ഷനിലെ ഫൈനൽ ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു ദി ഫൈനൽ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഡിറക്ഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെയും ഒരു ഡിറക്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനേക്കാൾ സിമ്പിളർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ വുമൻ walks 40 meters to the east of her house. നമുക്ക് വേണമെങ്കിൽ വുമണിൻ്റെ ഹൗസിനെ H എന്നെടുക്കാം. എ വുമൻ walks 40 meter to the east of her house. അവരുടെ ഹൗസിൽ നിന്നും 40 മീറ്റർ ഈസ്റ്റ്. നമുക്കറിയാം ഇത് നോർത്ത്, ഈ ഡയറക്ഷൻ വെസ്റ്റ്, ഈ ഡയറക്ഷൻ സൗത്ത് ആൻഡ് ദിസ് ഡയറക്ഷൻ ഈസ് ഈസ്റ്റ്. അപ്പോൾ 40 മീറ്റർ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു. ദെൻ ടേൺസ് ലെഫ്റ്റ്. ഈ ഒരു ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് ലെഫ്റ്റ് വരുന്നത്, താഴെ റൈറ്റ്. സോ ദെൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഗോസ് അനദർ 20 മീറ്റർ. അവിടെ നിന്നും 20 മീറ്റർ ലെഫ്റ്റിലേക്ക് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നിന്നും ലെഫ്റ്റ് ടേൺ ചെയ്തു 20 മീറ്റർ സഞ്ചരിച്ചു. ദെൻ ടേണിംഗ് ടു ദി വെസ്റ്റ് അഗെയിൻ. അപ്പോൾ അവിടെ നിന്നും വീണ്ടും വെസ്റ്റിലേക്ക് ടേൺ ചെയ്തു. നമുക്കറിയാം വെസ്റ്റ് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ വീണ്ടും അവിടെ നിന്നും വെസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്? 10 മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ വെസ്റ്റിലേക്ക് ടേൺ ചെയ്തു 10 മീറ്റർ സഞ്ചരിച്ചു. സോ ആൻഡ് സ്റ്റാർട്ട്സ് വാക്കിംഗ് ടു ഹെർ ഹൗസ്. സോ ഇതാണ് ഈ പോയിൻ്റെങ്കിൽ, ഇതാണ് ഫൈനൽ പോയിൻ്റെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് അവർ നടക്കാൻ തുടങ്ങി. സോ നമ്മളോട് ചോദിച്ചത് ഇൻ വിച്ച് ഡിറക്ഷൻ ഷീ ഈസ് വാക്കിംഗ് നൗ. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫൈനൽ പോയിന്റ് എഫ് ആണെങ്കിൽ എഫിൽ നിന്നും എച്ചിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. സോ ദി ഡിറക്ഷൻ ഈസ് ലൈക്ക് ദിസ്. ഈ ഒരു ഡിറക്ഷൻ എഫിൽ നിന്നും എച്ചിലേക്ക് ഈ ഒരു ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. സോ ഈ ഡിറക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഡിറക്ഷൻ എവിടെ നിന്നും എവിടത്തേക്കാണെന്നാണ് ചോദിച്ചത്. ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് ഷീ ഈസ് വാക്കിംഗ് നൗ. ഏത് ദിശയിലേക്കാണ് അവർ സഞ്ചരിക്കുന്നത്. ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാം. നേരെ താഴോട്ടേക്കാണ് വരുന്നതെങ്കിൽ അത് സൗത്ത് ആണ്. പക്ഷേ ഇത് നേരെ താഴോട്ടേക്കല്ല വരുന്നത്. നേരെ ലെഫ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ അത് വെസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ വെസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിലാണ് വരുന്നത്. സോ ദി ഡിറക്ഷൻ ഈസ് സൗത്ത് വെസ്റ്റ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സൗത്ത് വെസ്റ്റ്. സോ റിമൈനിങ് സെക്ഷനെ വെച്ച് നോക്കുമ്പോൾ മാത്സിൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷനിൽ നിന്ന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല മുൻകഴിഞ്ഞ എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് ഒഴിച്ച് നിർത്തിയാൽ മാത്സ് ആൻഡ് റീസണിംഗ് പൊതുവേ നല്ലൊരു സെക്ഷൻ എന്ന് നമുക്ക് പറയാം.